അങ്ങനെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ സ്പോട്ടുകളെല്ലാം ഫില്ലായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം, ആരെയൊക്കെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ബയൺ വേഴ്സസ് ഇന്റർ. ബയൺ മ്യൂണിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ തൊട്ട് ബയർ ലിവർകൂസനെ വളരെ കൺവിൻസിംഗ്ലി ഓവർ ദ 2 ലെഗറ്റിൽ പരാജയപ്പെടുത്തിയിട്ടാണ് ക്വാർട്ടർ ഫൈനൽ സ്ഥാനം ഉറപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർ മിലാൻ ഒരു ഡാർക്ക് ഹോഴ്സ് ഈ ചാമ്പ്യൻസ് ലീഗിൽ പറയുകയാണെങ്കിൽ അതിലൊന്നാണ് ഇന്റർ മിലാൻ. വേറൊരു ടീം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ അത് ആസ്റ്റൺ വില്ലയാണ്, ഊനായ് എമറിയുടെ ആസ്റ്റൺ വില്ല. അതുപോലെ തന്നെ ഇൻസാഗിയുടെ ഇന്റർ മിലാനും വളരെ ഡിഫെൻസീവ്ലി സ്ട്രോങ് ആണ്, വളരെ കളക്റ്റീവായിട്ട് കളിക്കുന്ന ടീമാണ്. ഈ ഇന്റർ മിലാൻ ഫെയനോർഡിനെ വളരെ ഓവർ ദ 2 ലെഗറ്റ് ഫോർമാറ്റിൽ വളരെ കൺവിൻസിംഗ്ലി തോപ്പിച്ചിട്ടാണ് ക്വാർട്ടർ ഫൈനൽ ബയർ മ്യൂണിക്കുമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നത്. ഇറ്റ് വിൽ ബി എ വെരി 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 ഇൻട്രസ്റ്റിംഗ് ഗെയിം ടു വാച്ച്. 100% ലൈവ് കാണാൻ പോകുന്ന ഒരു മാച്ചായിരിക്കും ഇത്. അടുത്ത മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ആർസണൽ വേഴ്സസ് റിയൽ മാഡ്രിഡ്. ആർസണൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ തൊട്ട് ദേ കൺവിൻസിംഗ്ലി ബീറ്റ് PSV ഓവർ 2 ലെഗറ്റ് ഫോർമാറ്റിൽ. ഫസ്റ്റ് ഗെയിമിൽ 7, സെക്കൻഡ് ഗെയിമിൽ 2, സോ 9-2 ഓൺ അഗ്രിഗേറ്റ് PSVനെ തോപ്പിച്ചിട്ടാണ് ക്വാർട്ടർ ഫൈനൽ സ്പോട്ട് ഉറപ്പിക്കുന്നത്. റിയൽ മാഡ്രിഡ് ദേ ഹാഡ് എ വെരി ടഫ് ഗെയിം അഗെയിൻസ്റ്റ് അത്ലറ്റിക്കോ മാഡ്രിഡ്. അവർ അത്ലറ്റിക്കോ മാഡ്രിഡിനെ സെക്കൻഡ് ലെഗിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ പരാജയപ്പെടുത്തിയിട്ടാണ് വരുന്നത്. അതിനെപ്പറ്റി ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഇടാം. ഈ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഏതൊരു ആർസണൽ ഫാൻ്റെ കൂട്ട് തന്നെ എൻ്റെ ഓർമ്മയും പോകുന്നത് പണ്ട് ആർസണൽ റിയൽ മാഡ്രിഡിനെ ഫേസ് ചെയ്തതാണ്. വെൻ തിയറി ഓൺറി വാസ് ദെയർ വിത്ത് അസ്. ആ ടീമല്ല ഇപ്പം, അത് വേറൊരു കാര്യം. See, let's be realistic here, okay? Arsenal have zero chance of going through the next round. പക്ഷേ if they handle the first leg, അതായത് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടുള്ള ഫസ്റ്റ് ലെഗ്, if Arsenal handle it very well, if they can, I don't know, muster out a 1-0 or 2-0, then Arsenal have a chance. അതല്ല ഫസ്റ്റ് ലെഗ് 0-0 ആയിട്ട് ബെർണബോയിൽ പോവുകയാണെങ്കിൽ നോ ചാൻസ്, ഡ്രോ ആയിട്ട് പോവുകയാണെങ്കിൽ നോ ചാൻസ്. സോ it will be a scary watch for me. As an Arsenal fan, I am scared. ഞാൻ ഇതിനകത്ത് ഷുഗർ കോട്ട് ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് നല്ല പേടിയുണ്ട് ഈ ഗെയിമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ. കാരണം റിയൽ മാഡ്രിഡിൻ്റെ പ്ലെയേഴ്സിനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. എംബാപ്പെ, വിനീഷ്യസ്, റോഡ്രിഗോ, മോഡ്രിച്ച്, അതൊന്നും പോരാതെ അവരുടെ കോച്ച് വേറെ. ഞാൻ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെയാണ് ഈ ഗെയിം കാണാൻ പോകുന്നത്. ഇഫ് സംതിങ് ഹാപ്പൻസ് ഗുഡ്, അതൊരു ബോണസ് ആയിട്ട് ഞാൻ എടുക്കും. If something bad happens, I'm not going to let it ruin my mental state. അത് ഞാൻ തീരുമാനിച്ചാ. അടുത്ത ഗെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ ബാർസലോണ വേഴ്സസ് ഡോട്ട്മണ്ട്. ബാർസലോണ ഫസ്റ്റ് ലെഗിൽ ബെൻഫിക്കയായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്തെങ്കിലും വിത്ത് ദാറ്റ് റെഡ് കാർഡ് ആൻഡ് എവറിത്തിങ്, ബാർസലോണ അതിമനോഹരമായിട്ടാണ് സെക്കൻഡ് ലെഗ് കളിച്ചത്. യമാലിൻ്റെ ഡാൻസിങ് മൂവ്സ്, അതുപോലെ തന്നെ റഫീനിയയുടെ ബ്രില്യൻ പ്ലേ, വളരെ കളക്റ്റീവ് ഫുട്ബോളായിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ഗെയിമായിരുന്നു ടു വാച്ച് ദാറ്റ് ഗെയിം. അങ്ങനെ ബെൻഫിക്കനെ പരാജയപ്പെടുത്തിയിട്ടാണ് ബാർസലോണ ക്വാർട്ടർ ഫൈനൽ സ്ഥാനത്ത് വരുന്നത്. ഡോട്ട്മണ്ട് ലില്ലിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ക്വാർട്ടർ ഫൈനൽ സ്ഥാനം ഉറപ്പിക്കുന്നത്. ഡോട്ട്മണ്ട് അത്ര കൺവിൻസിങ്, രണ്ട് ടീം ഡോട്ട്മണ്ടും ലില്ലും അത്ര വലിയ ലീഗിലായാലും എവിടെ ആയാലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ടീമൊന്നുമല്ല ഈ രണ്ട് ടീം. സോ ഇറ്റ് വാസ് നോട്ട് എ വെരി കൺവിൻസിങ് വിൻ. But anyway, they are in quarter final against Barcelona. I really think this is as far as Dortmund go. ഇവിടത്തോടെ ഡോട്ട്മണ്ടിൻ്റെ ചാമ്പ്യൻസ് ലീഗ് യാത്ര അവസാനിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡോട്ട്മണ്ട് ആർ നോട്ട് ഇൻ എ ഗുഡ് ഫോം. ലീഗിലായാലും കൺസിസ്റ്റൻറ്റ് ഫോം ഇല്ല, ചാമ്പ്യൻസ് ലീഗിലായാലും ഇറ്റ്സ് എ വെരി അൺപ്രഡിക്റ്റബിൾ ഗെയിം ദാറ്റ് ദേ ആർ പ്ലേയിങ്. പക്ഷെ ബാർസലോണ അങ്ങനെയല്ല. ബാർസലോണ ദേ പ്ലേയിങ് എ ബ്യൂട്ടിഫുൾ ഗെയിം. അവർക്കിപ്പോൾ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ഉണ്ട്. അവർ സീസൺ തുടങ്ങിയ പോലൊന്നും അല്ല ഇപ്പം. സോ യാ,
I really think Barcelona will qualify to semi-finals. PSG vs Aston Villa. PSG ലിവർപൂളിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും ലിവർപൂൾ തന്നെ ക്വാളിഫൈ ആവും എന്ന് ഉറപ്പിച്ച സ്ഥാനത്താണ് PSG ക്വാളിഫൈ ആയിരിക്കുന്നത്. ഇത്രയും ടീംസ് ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഇംപ്രസീവ് ആയിട്ട് കളിക്കുന്ന ഒരു ടീം എന്ന് പറയുകയാണെങ്കിൽ അത് PSG നമ്പർ 1, ബാർസലോണ നമ്പർ 2, നമ്പർ 3 ഇന്റർ മിലാൻ. ഞാൻ PSG എന്തുകൊണ്ട് നമ്പർ 1 ഇടുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാഡ് എ ടഫർ ഫൈറ്റ് ദെൻ ഇന്റർ മിലാൻ ആൻഡ് ബാർസലോണ. കാരണം PSG കളിക്കേണ്ടത് ലിവർപൂളിനെ ആയിരുന്നു, അതേസമയം ഇന്റർ മിലാനിന് ഫെയ്നോർഡിനെ ആയിരുന്നു, അതേസമയം ബാർസലോണയ്ക്ക് ബെൻഫീക്കനെ ആയിരുന്നു. അതേസമയം PSG ലിവർപൂളിനെ പരാജയപ്പെടുത്തിയിട്ടാണ് അവരുടെ ശക്തി തെളിയിച്ചിരിക്കുന്നത്. So PSG are also a very strong team in this Champions League so far. അപ്പോൾ അവർ കളിക്കാൻ പോകുന്ന ആസ്റ്റൺ വില്ലയാണ്. ആസ്റ്റൺ വില്ല ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു ഡാർക്ക് ഹോഴ്സ് ആണ്, ഇന്റർ മിലാൻ്റെ കൂട്ട് തന്നെ വളരെ അൺപ്രഡിക്റ്റബിൾ ടീമാണ്. ഓൺ ദ ഡേ ദേ മൈറ്റ് ടേൺ അപ്പ് എന്നുള്ളൊരു സാധനം ഉള്ള ടീമാണ് അവർക്ക്, ഊനായ് എമറിയുടെ ആസ്റ്റൺ വില്ലയ്ക്ക്. സോ ദിസ് വിൽ ഓൾസോ ബി എ വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം ടു വാച്ച്. അസെൻസിയോ, റാഷ്ഫോർഡ് എന്നിവരെയൊക്കെ മെൻഡേസിനും മാർക്കീനേഴ്സിനും ഒക്കെ മാർക്ക് ചെയ്യാൻ പറ്റുമോ, അവരുടെ മുന്നേറ്റം തടുക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്കൊന്ന് കണ്ടറിയണം.